വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്ന ഔപചാരികമായ ചടങ്ങ് ഉടനെ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ജോലിയിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും മുതിർന്ന പൗരന്മാരെയും വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്ന വയനാട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യം നടക്കുന്ന പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളും ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനപ്രതിനിധികളും പറയാം അതനുസരിച്ച് ഫണ്ട് വിതരണം ചെയ്യാമെന്ന് സൂചിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജു സാറ് തന്ന സ്ഥലത്ത് ഏകദേശം 30 ലക്ഷം രൂപ മുടക്കി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു മൃഗാശുപത്രി വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് ഫണ്ട് വെച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ BIC ലൈബ്രറിയുടെ കാര്യത്തിൽ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഫണ്ടും അലോട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ നമ്മുടെ നാടിന്റെ ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുണ്ടക്കയത്ത് വിനിയോഗിക്കാൻ തീരുമാനിച്ച ഫണ്ടും മറ്റൊന്നുമല്ല. മുണ്ടക്കയം ടൗൺ എപ്പോഴും ഇരുട്ടിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഒരുപാട് അസാന്മാർഗിക പ്രവർത്തികളും അനാശാസ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ വിപണനവും ഒക്കെ ഒരുപാട് രാത്രി കാലങ്ങളിൽ അവിടെ നടക്കുന്നു. അതുകൊണ്ട് അവിടെ വൈദ്യുതീകരണം ആവശ്യപ്പെട്ടു. നമ്മുടെ പൈങ്ങണ മുതൽ കല്ലേപ്പാലം വരെ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ മുടക്കി ഈ വർഷം തന്നെ വൈദ്യുതീകരിക്കുന്നതിനുള്ള തീരുമാനം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തില് 8ാം വാർഡായ ഒരേനാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇന്ന് മികവുകൾ തെളിയിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെയും അതുപോലെ തന്നെ സമൂഹത്തില് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെയും ഇന്ന് അനുമോദിക്കുവാനായിട്ട് ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റും ഈ വാർഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ മെമ്പർ ശ്രീ KR രാജി അവറുകള്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിങ്ങളെയൊക്കെ അനുമോദിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ മെമ്പർ അഡ്വക്കേറ്റ് ജി രാജ് അവറുകള്. അതോടൊപ്പം ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സേവ്യർ മാമൂട്ടി അച്ഛന്, ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും 5ാം വാർഡിന്റെ മെമ്പറുമായ ശ്രീ ജിജോ കാരിക്കേട്ട്, SNDP ശാഖയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ സ്കൂൾ മാനേജരുമായ ശ്രീ വിശ്വൻ സാറ്, എല്ലാ പ്രിയപ്പെട്ടവര്, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ടും നിങ്ങളുടെ ഭാവി എങ്ങോട്ടാണെന്ന് തീരുമാനിക്കുവാനും ഒക്കെ കടന്നു വന്നിരിക്കുന്ന സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ANTR സംബന്ധിച്ചും ഒളയനാട് വാർഡിനെ സംബന്ധിച്ചും. നല്ലൊരു തലമുറയാണ് ഈ വർഷം ഇവിടെ നിന്ന് ജയിച്ചു വന്നിരിക്കുന്നത്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെയും നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ അനുമോദിക്കും. നല്ല വ്യക്തിത്വങ്ങള്, നന്മയുള്ളവരെയൊക്കെ നമ്മൾ അനുമോദിക്കാറുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു ഒരു 42ഓളം കുട്ടികള് നമ്മൾ ഈ വാർഡിൽ നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുണ്ട്. അവരെല്ലാവരും വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് ജയിച്ചു വന്നത്. അപ്പൊ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനായിട്ട് ആദ്യമായിട്ട് തന്നെ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ഒരു വീടിന്റെ സ്വപ്നമാണ്, ഒരു നാടിന്റെ സ്വപ്നമാണ് ഈ വിജയിച്ചു വരുന്ന ഓരോ മക്കളും. നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ സ്വപ്നത്തിനനുസരിച്ച് വളർന്ന് സമൂഹത്തിൽ നന്മയുള്ള നല്ല വ്യക്തിത്വങ്ങളായി നല്ല പൗരന്മാരായി തീരുവാനായിട്ടുള്ള ഒരു തുടക്കവും കൂടിയാണിത്. ഈ വിജയിച്ച് വന്നിരിക്കുന്ന കുട്ടികൾ എല്ലാവരും അവരുടെ പന്താവുകൾ വഴികൾ തിരഞ്ഞെടുത്ത് വ്യത്യസ്തമായ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ
ഒരു അനാവശ്യ കാര്യങ്ങളിലും അല്ല മയക്കുമരുന്നുകൾക്കൊന്നും അടിമപ്പെടാതെ നല്ല വ്യക്തിത്വങ്ങളായി തീർന്ന നാടിന്റെ സമ്പത്തായി തീരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യം പറഞ്ഞാല് ഒരുപാട് വ്യക്തിത്വങ്ങള് ഇന്നിവിടെ നമ്മളോട് സംസാരിക്കാനും ആശംസ അർപ്പിക്കുവാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്കൊരു ചെറിയ ഉപകാരങ്ങൾ കൂടെ ഞങ്ങൾ തരുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് നമ്മൾ തരുമ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഞങ്ങൾക്കൊന്നും മുഴുവൻ മാർക്ക് മേടിച്ചാൽ പോലും അങ്ങനെയുള്ള അനുമോദനങ്ങളൊന്നും കിട്ടാനില്ല. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് വരെ ഒന്ന് പഠിപ്പിച്ച് എഴുതാനും വായിക്കാനും പഠിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിച്ച കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. എന്നാൽ ഇന്ന് ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതല് ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് താലോലിച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളെ പഠിപ്പിച്ച് എല്ലാവരെയും സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തമായിട്ട് കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കി അന്തസ്സായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവിടുത്തെ ഈ മാതാപിതാക്കൾ അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇത്രയും മിടുക്കരായി ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഈ സമൂഹം വളരെ ബഹുമാനിക്കുന്നു, അനുമോദിക്കുന്നു. നാളുകളില് നിങ്ങൾ ഇവിടെ വന്ന് വീണ്ടും അനുമോദനങ്ങൾ വാങ്ങുവാനും അല്ലെങ്കിൽ നിങ്ങൾ വലിയ വലിയ ജോലികളിലൊക്കെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കാനും അവർക്ക് താങ്ങായും തണലായും കരുത്തായും ഒക്കെ തീരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. എപ്പോഴും നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ അല്ലെ കൂട്ടുകൂടി നമ്മളൊരു തെറ്റ് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ മാതാപിതാക്കളുടെ മുഖം നമ്മുടെ മനസ്സിൽ വരണം. ഞാനൊരു തെറ്റ് ചെയ്താല് എന്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് വിഷമം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിച്ചാല് നമ്മൾ ആ തെറ്റിലേക്ക് പോകത്തില്ല. വീണ്ടും നമ്മൾ ഓർക്കണം അവരെത്ര കഷ്ടപ്പാടിലൂടെയാണ് നമ്മളെ വളർത്തിയത്. ഇല്ലേ? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഗവൺമെന്റ് ജോലിക്കാരാണോ? ആണോ? അല്ല. അപ്പൊ അവര് രാവിലെ ഏറ്റ് കൊടും കാട് പിടിച്ചു കിടക്കുന്ന തോട്ടത്തിലൂടെ പോയി റബ്ബർ ടാപ്പിംഗ് ചെയ്തു, മറ്റു കൂലിപ്പണികൾ ചെയ്തു, അല്ലെ മറ്റു കൃഷി പണികളോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ഈ ഗ്രാമപ്രദേശം ചെയ്ത് ജീവിച്ച് നിങ്ങളെയൊക്കെ വളർത്തുമ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ ഓർക്കണം. അങ്ങനെ നമ്മൾ ഓർത്താല് ഒരിക്കലും നമ്മൾ തെറ്റിലേക്ക് പോകത്തില്ല. നമ്മൾ ഇന്ന് മേടിച്ചതിലും കൂടുതൽ മാർക്ക് വാങ്ങി നമ്മൾ മുന്നോട്ട് നല്ല വിജയികളായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോൾ ഞങ്ങളെ അനുമോദിക്കുവാൻ ഇന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ളത് അവരുടെ മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ 8ാം വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും കൂടെ കൂടി ഏറ്റെടുത്ത് നടത്തുന്ന ഈ സംരംഭം വർഷങ്ങളായിട്ട് നമുക്കറിയാം. SSLCക്കും +2നും ഉന്നത വിജയം മേടിച്ച കുട്ടികളെ ആദരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാളുകളിലൊക്കെ നമ്മുടെ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥിനികൾ അവര് നമ്മുടെ നാടിനും വീടിനും സമൂഹത്തിന് നാളെ വാഗ്ദാനങ്ങളായി മാറുന്നത് നമ്മുടെ രാജ്യത്തിന് വരെ നിങ്ങളൊരു മുതൽക്കൂട്ടാണ്. ഭാവിയിലെ വാഗ്ദാനങ്ങൾ എന്നറിയപ്പെടുന്ന വിദ്യാർത്ഥിനികളാണ് നിങ്ങൾക്ക് അതൊരു പ്രചോദനമാകട്ടെ. നിങ്ങളുടെ ഭാവിയിൽ മുന്നോട്ട് നമ്മൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിത രീതികളൊക്കെ നമ്മുടെ പ്രസിഡന്റ് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പഠിക്കുന്ന ഒരു കാലമെങ്കിലും ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ 1ാം ക്ലാസ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ കഴിവുകളും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ബ്രെയിന് തീർച്ചയായിട്ടും അവരുടെ തലച്ചോറുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അനുമോദനം നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ജില്ലാ മെമ്പർ ശ്രീ ടി രാജ് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ഒരു പുതിയ മുഖം സൃഷ്ടിക്കുവാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയും അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ശ്രീ വി ഡി സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. തീർച്ചയായിട്ടും ഈ അനുമോദന ചടങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ ഇന്ന് പങ്കെടുക്കുന്ന മാതാപിതാക്കളെയും അതിലുപരിയായി സാമൂഹ്യ പ്രവർത്തകരായ നമ്മളെ ഓരോരുത്തരെയും വളരെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ആശ്വാസം നൽകുന്ന കുറെ നടപടികൾ പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലൊന്നെന്താണ്?
ഒന്ന്, ഇന്ന് വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ യുവതലമുറയെ കാർന്നു നിന്ന് നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും രാസലഹരിയാണെങ്കിലും നമ്മുടെ കൂട്ടിക്കൽ ഏന്തയാർ പോലെയുള്ള ഗ്രാമാന്തരങ്ങളിൽ പോലും വളരെ സുലഭമായി ലഭ്യമാകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള വലിയ ശക്തമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് UDF ഗവൺമെന്റ് തൂഫാൻ എന്ന പേരിൽ ആഭ്യന്തര വകുപ്പൊരു അജണ്ടയുമായി ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീ ശബരീഷ കോളേജിൽ ഇതുപോലെ തന്നെ നവാഗതർക്കുള്ള സ്വാഗതം എന്നുള്ള നിലയിൽ ഡിഗ്രി സ്റ്റുഡൻസിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോ അവിടെ യൂണിഫോമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും അതേ വേദി പങ്കെടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, തൂഫാന്റെ ഭാഗമായിട്ടാണല്ലോ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞപ്പോഴാണ് എക്സൈസുകാര് വലിയ അമിതാവേശത്തിൽ പറഞ്ഞു, തൂഫാൻ മാത്രമല്ല സാറേ, എക്സൈസുകാരും തണ്ടർ എന്ന് പറയുന്ന പേരിൽ അടുത്ത അജണ്ടയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൂഫാനാണെങ്കിലും തണ്ടറാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ഒരു യുവതലമുറയെ നാശത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി വരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധിയായ അറസ്റ്റുകൾ, ആയിരക്കണക്കിന് അറസ്റ്റുകൾ, ആയിരക്കണക്കിന് റെയ്ഡുകൾ, ആയിരക്കണക്കിന് സെർച്ചുകൾ അങ്ങനെ നടന്നതിലൂടെ കോടിക്കണക്കിന് രൂപ വില വരുന്ന നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കൊച്ചു കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, ആൺപെൺ വ്യത്യാസമില്ലാതെ യുവതിയുവാക്കളായ നിരവധി ആളുകൾ ആ കേസിൽ പ്രതിയാകുന്ന വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് നമ്മൾ ആ അറസ്റ്റിൽ വേദനിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന യുവതി യുവാക്കളും വിദ്യാസമ്പന്നരാണ്. അവർ ഈ മാസ്മര ലഹരിയുടെ അടിമയായി പോയതുകൊണ്ട് തീർച്ചയായിട്ടും അവരിന്ന് ജയിലറകൾക്കുള്ളിലേക്കായി അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ്. പക്ഷെ നമുക്കത് അവസാനിപ്പിക്കണം. കാരണം ഈ സമീപകാലത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു സ്പീച്ച് കേട്ടത് ഒരു ജയിലറുടെ വാക്കുകളിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നു, 19 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സബ് ജയിലിൽ കൊണ്ടുവന്നാക്കുന്നു. അവനെ റിമാൻഡിലാക്കി സബ് ജയിലിലേക്ക് വിടുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒന്നും അവന് സ്ഥലകാല ബോധമില്ല. അവൻ MDMA എന്ന് പറയുന്ന മാരക ലഹരിയാണ് സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നത്. ആ സ്ഥിരമായ ഉപയോഗം മൂലം രാസലഹരിയുടെ മാസ്മരികതയിൽ സ്വയം മറന്ന, പരിസരം മറന്ന, ബന്ധുമിത്രാദികളെ മറന്ന, എല്ലാം മറന്ന അവൻ ചെയ്ത ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത് അവൻ ജീവനോട് തുല്യം സ്നേഹിച്ചിരുന്ന അവന്റെ അമ്മയെ അവൻ കൊല ചെയ്തു. അവൻ 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, ബോധോദയം തിരിച്ചു കിട്ടുന്നില്ല. 3-ാം ദിവസം ബോധം തിരിച്ചു കിട്ടുമ്പോ അവൻ ജയിലറുടെ മുന്നിൽ വന്ന് നടത്തിയ ഒരു റിക്വസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, എന്റെ പൊന്നു സാറേ, ഞാൻ ചെയ്ത തെറ്റ് എന്തുമായിക്കൊള്ളട്ടെ. അവന്റെ ധാരണ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് അവനെ അറസ്റ്റ് ചെയ്തു എന്നാണ്. ഞാൻ ചെയ്ത തെറ്റ് എത്ര വലുതുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്നെ ജീവിതകാലം മുഴുവൻ എന്നെ ഈ ജയിലിൽ ഇട്ടു. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഈ ഭൂമി മലയാളത്തിൽ ഒരേ ഒരാളെ ഉള്ളൂ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും, അതെന്റെ അമ്മ മാത്രമാണ്. അച്ഛനില്ലാത്ത ഒരു മകനാണ് ഞാൻ. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഈ ഭൂമി മലയാളത്തിൽ ബാക്കിയായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥനയാണ് ജയിലറുടെ മുമ്പിൽ ആ ചെറുപ്പക്കാരൻ വെച്ചത്. അപ്പോഴാണ് ജയിലർ ആ സത്യം പറഞ്ഞത്, എടാ, നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് നീ അമ്മയെ കൊല ചെയ്തു. നീ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മയെ പോലും നീ കൊല ചെയ്ത് കളഞ്ഞ കുറ്റത്തിനാണ് നിന്നെ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ ഒരു അലമുറയായി പോയി, നിലവിളിയായി പോയി, കരച്ചിലായി പോയി. പക്ഷെ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അവൻ പോലും അറിഞ്ഞില്ല അവൻ ഈ മാസ്മര ലഹരിയുടെ പിന്നാമ്പുറം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് അവൻ ജയിലിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്ന വലിയൊരു ആപ്തവാക്യമുണ്ട്, മാതാപിതാ ഗുരു ദൈവം. നമ്മളെല്ലാരും കേട്ടിട്ടില്ലേ? മാതാപിതാ ഗുരു ദൈവം. എന്താണ് ഇതിന്റെ സങ്കല്പം? തീർച്ചയായിട്ടും സർവശക്തനായ ദൈവത്തിന്റെ കരസ്പർശമോ ജീവിതാനുഭവം, എന്തെങ്കിലും ഒരു ആശ്വാസം, തണല്, സ്പർശനം, അതിന്റെ ഉച്ഛ്വാസവായിൽ നിന്ന് പോലും ഒരു സ്നേഹത്തിന്റെ പരിലാളനം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ആദ്യമായി അത് ലഭിക്കുന്ന എവിടെ നിന്നാണ്? അമ്മയിൽ നിന്ന്. ആ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവാത്സല്യങ്ങളുടെ കരുതലിൽ നമ്മൾ കടന്നു പോകുന്നു ആറ് തണലിലേക്ക്, അച്ഛന്റെ തണലിലേക്ക്. അച്ഛ, അമ്മ എന്ന് വിളിച്ചു തുടങ്ങുന്ന നമ്മൾ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ തേടി ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് സർവശക്തനായ ദൈവം എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് അല്പമെങ്കിലും അറിവ് ലഭിക്കുന്നത്.
അപ്പോൾ നമ്മുടെ കൺകണ്ട ദൈവം ആരാണ്? അമ്മയാണ്, അച്ഛനാണ്, ഗുരുവാണ്. അതിനുശേഷമാണ് നമ്മൾ ദൈവം എന്ന് പറയുന്ന മഹാസങ്കല്പത്തിലേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ആ കുടുംബപരമായ ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാവണം. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഈ അനുമോദനം ഏറ്റുവാങ്ങുമ്പോഴും അല്ലാതെയും തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി, വളയനാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്ര മനോഹരമായ ഒരു അവാർഡ് ദാനവും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനവും സംഘടിപ്പിച്ച ഇതിന്റെ വാർഡ് കമ്മിറ്റിയും ഇതിന്റെ സംഘാടകരെയും ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ഇതുപോലെയുള്ള അനുമോദനങ്ങളും ബോധവൽക്കരണങ്ങളും ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഇതുപോലെയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നമുക്ക് വേണ്ട ലഹരി, നമ്മുടെ ലഹരി എന്ന് പറയുന്ന സ്നേഹമായിരിക്കണം. ആ സ്നേഹം എന്ന് പറയുന്ന കുടുംബത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സമൂഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളായി നമുക്ക് മാറണം. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുമ്പോ ഒരു പക്ഷേ എന്റെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഒരു കാര്യം സമ്മതിക്കും, നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറുന്നത് നമ്മളിൽ ആർക്കെങ്കിലും ഇഷ്ടമല്ല. നമ്മളൊരു ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, നമ്മളൊരു തെറ്റ് ചെയ്തു, വേണ്ട നമ്മളൊരു ശരി ചെയ്തു, വേണ്ട ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തു, നമ്മളോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറുന്നത് നമുക്ക് ഇഷ്ടമാണോ? ഒരിക്കലും ഇഷ്ടമല്ല. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മൾ എന്ത് തിരിച്ചു ചെയ്യണം? മറ്റുള്ളവരോടും അതേ സ്നേഹവും അതേ വാത്സല്യവും കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്കല്ലാതെ മറ്റാർക്കാ കഴിയുക? ആർക്കും കഴിയില്ല. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള വലിയ സങ്കല്പം ഇന്ന് മാറി മറിഞ്ഞ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നത് എന്താ? ദൈവം, ഗുരു, പിതാ, മാതാവ്, ഇല്ലേ? പക്ഷെ ഇങ്ങനൊക്കെ ചിന്തിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോടും വീട്ടിൽ ചെല്ലുമ്പോ അമ്മ പറയും, വൈകുന്നേരം വിളക്ക് വെക്കുക, ഇല്ലെങ്കിൽ പ്രാർത്ഥനാ സമയമാകും, ഇല്ലെങ്കിൽ നിസ്കാര സമയമാകും, ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ എന്ന് പറയാറുണ്ട്. പറയാത്ത അമ്മമാർ ഇവിടെ കാണുകയില്ല, കേൾക്കാത്ത കുഞ്ഞുങ്ങളും കാണിക്കുകയില്ല, പക്ഷെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാവും, ഇല്ലേ? ഇന്നൊരു ദിവസം അവധി കൊടുക്കാം, എല്ലാത്തിനും നമ്മൾ അവധി കൊടുക്കുന്നതല്ലേ, പ്രാർത്ഥനയ്ക്ക് അവധി കൊടുക്കാം. പക്ഷെ അമ്മയും അച്ഛനും എന്ത് പറയും? നമ്മൾ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ആ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവുമായി നമുക്ക് മുന്നോട്ട് പോകണം. ദൈവവിശ്വാസത്തിൽ നമ്മൾ ഒരു പരിധി കൂടുതൽ അധിഷ്ഠിതമായ നമുക്ക് എന്ത് ലഭിക്കും? ആത്മസംതൃപ്തി ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ലഭിക്കും? ആത്മവിശ്വാസം ലഭിക്കും. ആ ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെല്ലാവരും പറയുന്നു ദൈവത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കണം, എപ്പോഴും ദൈവത്തോടൊപ്പം നിൽക്കണം, കാരണം സർവ്വചരാചരങ്ങളിലും ദൈവമുണ്ട്, ഈ പ്രതലത്തിൽ എവിടെയും ദൈവമുണ്ട്. അപ്പോ എന്റെ അറിവൊന്നുമല്ല, എന്റെ വായിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞു കഥ ഞാൻ അവതരിപ്പിക്കാം. ഒരു വലിയ ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണം നടക്കുന്നു. ആ സംഭാഷണം നടന്നപ്പോ നിങ്ങളുടെ പ്രായത്തിലുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടി ആലോചിച്ച് ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അല്ലയോ ഗുരുവേ, ഈ ലോകം അങ്ങയെ വിമർശിക്കുന്നത് സർവ്വചരാചരങ്ങളെ കുറിച്ചും അറിവുള്ള ഒരാളാണ്, സൂര്യന് താഴെയുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചുമുള്ള അറിവുള്ള ഒരാളാണ്. അങ്ങനെയെങ്കിൽ അല്ലയോ ഗുരുവെ, ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചോളട്ടെ? ചോദിച്ചോളാമോ? അപ്പോ ശിഷ്യന്മാര് ചോദിച്ച ചോദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ജീവിതമെന്ന്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളോട് തിരിച്ചൊരു 3 ചോദ്യം ചോദിക്കാം. ആ ചോദ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ദൈവം എന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമല്ലോ. അപ്പൊ ഗുരു ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയുമോ? ഒന്നാമത്തെ, നിങ്ങളിൽ പഞ്ചസാര കഴിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിൽ, ശിഷ്യന്മാരുണ്ടായെങ്കിൽ ഒന്ന് കൈപൊക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും പഞ്ചസാര കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? കഴിച്ചിട്ടുണ്ടോ? പഞ്ചസാര കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരുവിന്റെ രണ്ടാമത്തെ ചോദ്യം വന്നു, അങ്ങനെ പഞ്ചസാര കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാര കഴിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെട്ടു? മധുരം.
വേറെ ആർക്കെങ്കിലും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടോ? പഞ്ചസാര കഴിച്ചപ്പോൾ മധുരമല്ലാതെ മറ്റെന്തെങ്കിലും അനുഭവപ്പെട്ടോ? ഇല്ല, മധുരം ഉറപ്പാണ്. അപ്പൊ മധുരം എന്ന് ഉറപ്പിച്ചു പറയുമ്പോ മൂന്നാമത്തെ ചോദ്യം ഗുരു ചോദിച്ചു, ഈ മധുരം എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ തീരുന്ന മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര എല്ലാരും കഴിച്ചു, ഞാനും കഴിച്ചു. അത് അല്പം നാവിലേക്ക് ഇട്ടപ്പോ അല്പം അരിഞ്ഞ് അകത്തോട്ടും പോയി. അപ്പൊ നമുക്ക് എന്തനുഭവപ്പെട്ടു? നമുക്ക് മധുരം അനുഭവപ്പെട്ടു. മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയാണ് ഗുരു പറഞ്ഞ ആ വലിയ സങ്കല്പത്തിലേക്ക് വന്നത്. പഞ്ചസാര കഴിച്ചവർക്ക് മാത്രമേ അതെന്താണ് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന മഹാസങ്കല്പം. ആ ദൈവിക ശക്തിയെ സമീപിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ദൈവശക്തിയുടെയും ദൈവം എന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിത പ്രയാസങ്ങളിലും ജീവിത യാത്രകളിലും ജീവിത സന്തോഷങ്ങളിലും ഒക്കെ നമ്മൾ ദൈവത്തോട് വിളിച്ച് ഒരു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി കാര്യം നേടി കഴിയുമ്പോ നമ്മൾ എന്ത് പറയും? നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ പോലെ ദൈവം ഇതൊക്കെയാണ്. ദൈവം നമ്മളിലുണ്ട്. ആ ദൈവത്തെ സമീപിക്കുന്നവർക്ക് മാത്രമേ ദൈവം എന്ത് എന്ന് അനുഭവിച്ചറിയാൻ സാധിക്കൂ ശിഷ്യന്മാരെ എന്ന് പറഞ്ഞ് ഗുരുവോടെ ടോപ്പിക് അവസാനിപ്പിക്കുക. ഞാനും നിർത്തുന്നു, ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പാറത്തോട് പഞ്ചായത്തിന്റെ ഇതുപോലെ തന്നെ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് ആരംഭിച്ചു. അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായാലും ഒരിക്കൽ കൂടി എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഇതിന്റെ സംഘാടകർക്ക് അറിയിക്കുന്നതോടൊപ്പം തന്നെ പ്രിയമുള്ള കുഞ്ഞുങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കടന്നു വന്നു. ഇന്ന് ലഭിക്കുന്ന വെറും ഒരു ഷീൽഡ് അല്ല, ഒരു മെമന്റോ അല്ല, മറിച്ച് ഈ പൊതുസമൂഹം നിങ്ങൾ ഓരോരുത്തരും നടത്തിയ കഠിനാധ്വാനം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സമ്പ്രദായത്തോട് സിസ്റ്റത്തോട് നിങ്ങൾ കാണിച്ച ആ അർപ്പണ മനോഭാവത്തിന് നിങ്ങൾക്ക് നൽകുന്ന ഷീൽഡാണ്. സത്യത്തിൽ ഈ ഷീൽഡ് ആർക്കർഹതപ്പെട്ടതാണ്? നമ്മളെ പഠിക്കുവാൻ പ്രേരിപ്പിച്ച, നല്ല രീതിയിൽ പഠിക്കുവാൻ നമുക്ക് എല്ലാ ജീവിത ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തന്ന മാതാപിതാക്കളുണ്ട്. നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച ഗുരുജനങ്ങളുണ്ട്. അവർക്കെല്ലാം നമുക്കിത് സമർപ്പിച്ച് ഷെയർ ചെയ്ത് വേണം നമുക്ക് പോകാൻ. അങ്ങനെ നമ്മുടെ ഈ ജീവിത വിജയത്തിന് പിന്നിൽ പലരുടെയും കൈയുണ്ട്, കൈത്താങ്ങുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നത്, നമ്മൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാം ഭാവി വിദ്യാഭ്യാസ ജീവിത കാലഘട്ടത്തിൽ ഭഗവാന്റെ എല്ലാവിധമായ ജഗദീശ്വരന്റെ എല്ലാവിധമായ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. ജയ് ഗോ. അസാമാന്യ ശക്തിയായി നമ്മുടെ മുന്നിലേക്ക് വന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്ന ബഹുമാനായ ഫാദർ സേവ്യർ മാമൂട്ടിൽ അദ്ദേഹത്തിന് ആദരം കൊടുക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനായ ജില്ലാ മെമ്പർ ഡോക്ടർ ഗീരാജിനെ ക്ഷണിക്കുന്നു. സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഫാദറിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തില് ഉണ്ടായിരുന്ന ഒരു നമ്മുടെ മൃഗാശുപത്രി അങ്ങ് പറക്കാൻ തന്നെ അറ്റത്തായിരുന്നു. നമുക്ക് സ്ഥലമോ സൗകര്യമോ ഇല്ലാത്തതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രിയങ്കരനായ രാജു പള്ളത്തേരി സാറ് നമുക്ക് വേണ്ടിയിട്ട് 5 സെന്റ് സ്ഥലം, അതായത് നമ്മുടെ PW റോഡിന്റെ സൈഡിലായിട്ട് 5 സെന്റ് സ്ഥലം നൽകി. ആ സ്ഥലം നൽകി ഉടനെ തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൃഗാശുപത്രി ഉണ്ടാവും. അതിനുവേണ്ടി സ്ഥലം അനുവദിച്ച രാജു പള്ളത്തേരി സാറിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ മെമ്പറെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കാൻ വേണ്ടി രാജു സാറിനെ ക്ഷണിക്കുന്നു. അതുര സേവന രംഗത്ത് നമ്മുടെ ഏന്ത്യാടിന്റെ നിറസാന്നിധ്യമായിട്ട് ഏന്ത്യാടിലുണ്ടായ മുഴുവൻ എല്ലാവർക്കും ആശുപത്രി ചെല്ലുമ്പോൾ എല്ലാവിധ സഹായങ്ങളും നൽകി ഒരു ഫോൺ കോളിലൂടെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയങ്കരനായ
ദിനേശ് കുമാർ കഴിഞ്ഞ മാസം റിട്ടയറായി. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനായ ജില്ലാ മെമ്പറെ ക്ഷണിക്കുന്നു. സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി ദിനേശിനെയും ക്ഷണിക്കുന്നു. മൾട്ടിമീഡിയ രംഗത്ത് ഏന്ത്യാറിന്റെ മുഖമായി മാറി ഏന്ത്യാറിൽ നടക്കുന്ന ചെറിയ പരിപാടികൾ പോലും അമേരിക്കയിൽ ഇരുന്ന് പോലും കാണുവാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ നാടിനെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അസാമാന്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ സന്തോഷ് കാരക്കര. അദ്ദേഹത്തിന്റെ ജോലി ലോട്ടറി വെക്കുന്ന ജോലിയാണ്. ആ ജോലിയിൽ കിട്ടുന്നതിന് കൂടുതൽ സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ മെമ്പർ ക്ഷണിക്കുന്നു. സ്വീകരണം ഏറ്റുവാങ്ങാൻ സന്തോഷിനെ ക്ഷണിക്കുന്നു. വളയനാട് STM സ്കൂളിന്റെ അഭിമാനമാണ് ഹാരി. നമ്മുടെ ഇടപെട സാറിന്റെ കൊച്ചുമോനാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കാര്യം ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടുകൂടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ആദ്യമേ തന്നെ ഒരു നന്ദി രേഖപ്പെടുത്തുക. കാരണം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വന്ന മുണ്ടക്കയം ജില്ലാ ഡിവിഷനെയും മത്സരിച്ചിട്ട് ചുമ്മാ ജയിച്ചു പോയതല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും നൽകിയ വളരെ നിസ്വാർത്ഥവും നിസ്സലവും നിസ്സയവുമായ ഒരു സഹകരണവുമാണ് എന്നെ ഒരു ജനപ്രതിനിധിയാക്കി മാറ്റിയത്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹവും അതോടൊപ്പം തന്നെ നന്ദിയും കടപ്പാടും ഒക്കെ എന്നും നിങ്ങളോട് എല്ലാവരോടും ഉണ്ടാകും, ഈ പ്രദേശത്തോടുണ്ടാകും. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എന്റെ ആദ്യ വർഷത്തെ ഫണ്ട് അലോട്ട്മെന്റ് വന്നപ്പോ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലാണ് ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ട് എന്റെ ഇഷ്ടത്തിനല്ല ഫണ്ട് ഡിവൈഡ് ചെയ്ത് എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പരിഗണിക്കുകയും വേണ്ട, നമ്മുടെ നാടിന്റെ ആവശ്യം അനുസരിച്ച് പ്രസിഡന്റും ജനപ്രതിനിധികളും പറയാ അതനുസരിച്ച് ഫണ്ട് വിതരണം ചെയ്യാമെന്ന് സൂചിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജു സാറ് തന്ന സ്ഥലത്ത് ഏകദേശം 30 ലക്ഷം രൂപ മുടക്കി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു മൃഗാശുപത്രി വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് ഫണ്ട് വെച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ BIC ലൈബ്രറിയുടെ കാര്യത്തിൽ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഫണ്ടും അലോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്താണി വയോജന കേന്ദ്രം, എനിക്ക് തോന്നുന്നു അത്താണി വയോജന കേന്ദ്രത്തിന് ഫണ്ട് വെച്ചു എങ്കിലും ആ ഫണ്ട് DPC പാസ്സായിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, 2ാം നിലയിലേക്കാണ് ഫണ്ട് വെച്ചത്. പ്രായമായ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് 2ാം നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് താഴത്തേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ നമ്മുടെ നാടിന്റെ ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുണ്ടക്കയത്ത് വിനിയോഗിക്കാൻ തീരുമാനിച്ച ഫണ്ടും മറ്റൊന്നുമല്ല, മുണ്ടക്കയം ടൗൺ എപ്പോഴും ഇരുട്ടിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഒരുപാട് അസന്മാർഗിക പ്രവർത്തികളും അനാശാസ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ വിപണനവും ഒക്കെ ഒരുപാട് രാത്രി കാലങ്ങളിൽ അവിടെ നടക്കുന്നു. അതുകൊണ്ട് അവിടെ വൈദ്യുതീകരണം ആവശ്യപ്പെട്ടു. നമ്മുടെ പൈങ്ങണ മുതൽ കല്ലേപ്പാലം വരെ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ മുടക്കി ഈ വർഷം തന്നെ വൈദ്യുതീകരിക്കുന്നതിനുള്ള തീരുമാനം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ പൊതുനന്മയ്ക്ക് ഉതകുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.